السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم رب زدنا علما وحلما وفهما وعقلا وأدبا وإيمانا كاملا. رب تمم بالخير وسعادة. الحمد لله. നമ്മുടെ ഹിദായത്തുൽ ഹിദായയുടെ 14ാമത് ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അള്ളാഹു നമ്മൾ പഠിക്കുന്ന ഈ വിജ്ഞാനങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് ഫലപ്രദമാക്കി തരട്ടെ. എല്ലാവർക്കും ദ്വാർക്കുന്നു. എല്ലാവർക്കും ക്ലാസ്സുകൾ കേൾക്കുന്ന ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അള്ളാഹു എല്ലാവരെയും കബൂലാക്കട്ടെ. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ബാബു ആദാബിൽ വുളൂഇൻ്റെ മര്യാദകളെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ത്വഹാറത്തിൻ്റെ ചില ഭാഗങ്ങൾ, നജസ്സിനെ നീക്കുന്നതിനെ കുറിച്ച്, മലമൂത്ര വിസർജനം നടത്തിയാൽ ശൗചം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെയാണ് ചെയ്തത്. ഫൈദ ഫറഗത്ത, നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു. ഫൈദ ഫറഗത്ത മിനൽ ഇസ്തിൻജായി, ശൗചം ചെയ്യൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫലാത്ത തുറുക്കി സിവാഖ, നീ ബ്രഷ് ചെയ്യുന്നതിനെ ഉപേക്ഷിക്കരുത്. പിന്നീട് ചെയ്യേണ്ടത് എന്താ? പ്രാഥമിക കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഈ മലമൂത്ര വിസർജനം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് ബ്രഷ് ചെയ്യലാണ്. ഫൈനഹു മത്ഹറത്തുൽ ലിൽ ഫമി, അത് വായയെ ശുദ്ധീകരിക്കുന്നതും വമർലാത്തുൽ ലിർറബ്ബി, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്നതും വമസ്ഖതത്തുൻ ലിശൈത്വാനി, ശൈത്വാനെ കോപിപ്പിക്കുന്നതുമാണ്. മാത്രവുമല്ല വസലാത്തും ബിസിവാക്കിൻ, ബ്രഷ് ചെയ്തുകൊണ്ടുള്ള ഒരു നിസ്കാരം അഫ്ളലു മിൻ 70 സ്വലാത്തിൻ ബിലാ സിവാക്കിൻ, ബ്രഷ് ചെയ്യാതെ 70 പ്രാവശ്യം നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യകരവുമാണ്. വറുവിയ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമാകുമായിരുന്നില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാകി ഫീ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരവേളയിലും അവരോട് ബ്രഷ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു. വാനുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയിൽ നിന്നുള്ള മറ്റൊരു നിവേദനം, ഉമിർതു ബിസ്സിവാകി ഹത്താ ഖശീതു അൻ യുക്തബ അലൈഹി, എന്നോട് ബ്രഷ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. അങ്ങനെ ബ്രഷ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കൽ അള്ളാഹുവിൻ്റെ പ്രേരണ. ആ പ്രേരണ കാരണത്താൽ അത് എനിക്ക് ഫർളാക്കപ്പെടുമോ, നിർബന്ധമാക്കപ്പെടുന്നുവോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രയേറെ ശ്രേഷ്ഠതയുള്ള, അത്രയേറെ വലിയ പ്രാധാന്യമുള്ള, അത്രയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മമാണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അടുത്ത പാരഗ്രാഫ്, ثم اجلس للوضوء مستقبل القبلة على موضع مرتفع كي لا يصيبك الرشاش. ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ വുളു ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വുളു ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോൾ കുറച്ച് ഉയർന്ന സ്ഥലത്ത് ഇരിക്കുക. ഉയർന്ന സ്ഥലത്ത് ഇരിക്കുന്നത് നനവൊന്നും വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന സ്ഥലത്തിരുന്ന കിബിലക്ക് മുന്നിട്ടിരിക്കുക, അതാണ് പറയുന്നത്. അപ്പോൾ വുളു എടുക്കാൻ വേണ്ടി ഉയർന്ന സ്ഥലത്ത്, വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടി ഉയർന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് കിബിലക്ക് മുന്നിട്ട് വുളുവിന് വേണ്ടിയിട്ടിരിക്കുക. വഖുൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുക. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ, ശൈത്താനിൻ്റെ ദുർബോധനങ്ങളിൽ നിന്നും
അതുപോലെ ശൈത്താൻ ഇവിടെ സന്നിധന ആവുന്നതിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ റബ്ബിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അള്ളാഹുവിനോട് നേരിട്ട് അള്ളാഹുവെ നിന്നോട് ഞാൻ അള്ളാഹുവെ ശൈത്താൻ ഹാജരാവുന്നതിൽ നിന്നും അവൻ്റെ ദുർബോധനങ്ങൾ വസ്വാസുകളിൽ നിന്നൊക്കെ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നർത്ഥം. പിന്നെ പിന്നെ 3 പ്രാവശ്യം പാത്രത്തിൽ കൈ കടത്തുന്നതിന് മുമ്പായിട്ട് കഴുകുക. പാത്രത്തിൽ ഇപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം കപ്പൊന്നുമില്ലാതെ ഒരു പാത്രത്തിൽ കൈയിട്ട് ഊതു കൊടുക്കുമ്പോൾ ആദ്യം കൈകൾ എന്ത് ചെയ്യണം? 3 പ്രാവശ്യം കഴുകണം. ഇനി ഹൗദിലാണെങ്കിലും അങ്ങനെ ശരി, നമ്മൾ കൈ ആദ്യം കഴുകിയിട്ടാണ് പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ഹൗദിലേക്ക് കഴുകേണ്ടത്. പാത്രത്തിൽ നിന്നും വെള്ളം കോരിയെടുത്തിട്ട് വുളൂ ചെയ്യാം കൈ കൊണ്ട് തന്നെ, പക്ഷെ അതിന് വേറെ നിബന്ധനകളുണ്ട്. ഇൻഷാ അല്ലാഹ് അത് അറിയാൻ താല്പര്യമുള്ളവർക്ക് ചോദിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനിയിപ്പോൾ പൈപ്പിൽ നിന്നാണെങ്കിലും ഹൗദിൽ നിന്നാണെങ്കിലും വുളൂ എടുക്കുകയാണെങ്കിൽ ആദ്യം കൈകൾ 2-3 പ്രാവശ്യം കൈകൾ സുന്നത്തുണ്ട്. വഖുൽ, ആ സമയത്ത് പറയണം അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ യുംന വൽ ബറകത്ത്, അല്ലാഹുവേ നിന്നോട് ഞാൻ ഒരുപാട് നന്മകളും അതുപോലെ ബറക്കത്തുമെല്ലാം, യുംന എന്ന് പറഞ്ഞ ഭാഗ്യം, തൗഫീഖ് ഭാഗ്യവും ഒരുപാട് നന്മകൾ എന്നോട് ഞാൻ ചോദിക്കുന്നു. അഊദു ബിക മിനശ് ശുഅമി വൽ ഹലകത്തി, നാശത്തിൽ നിന്നും നിർഭാഗ്യത്തിൽ നിന്നും നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. ثم نبي رفع الحدث واستباحة الصلاة ولا ينبغي أن تغضب نيتك قبل غسل الوجه فلا يصح وضوءك. പിന്നെ അവിടെ ചെയ്യേണ്ടത് നിസ്കാരത്തെ ഹലാലാക്കുന്നു, അശുദ്ധിയെ ഉയർത്തുന്നു എന്നൊക്കെ കരുതുക. ഈ നിയ്യത്ത് മുഖം കഴുകുന്നതിൻ്റെ മുമ്പായിട്ട് കൊണ്ടുവരണം. അത് ഒഴിവാക്കാൻ പാടില്ല. മറക്കാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. നിയ്യത്തുക, നിന്റെ നിയ്യത്തിനെ കബല ഹോസ്റ്റലിൽ വജി, മുഖം കഴുകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ മുഖം കഴുകുന്നതിന് മുമ്പായിട്ട് നിയ്യത്തിന് എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അപ്പം മുഖം കഴുകാനായിട്ടില്ല ആവുമ്പോൾ അതിൻ്റെ സ്ഥലം പറയും ഫലാ യസിഹു വുളൂക. അങ്ങനെ മുഖം കഴുകുന്നതിന് മുമ്പായിട്ടത് നിയ്യത്ത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിയ്യത്ത് വുളൂ ശരിയാകുന്നതല്ല. മുഖം കഴുകുന്നതിന് മുമ്പ് നിയ്യത്ത് പറഞ്ഞ് ആ മുഖത്തോട് ചേർന്ന് മുഖം കഴുകുന്നത് വരെ, മുഖത്തിൻ്റെ ആദ്യ ഭാഗം കഴുകുന്നത് വരെ ആ നിയ്യത്ത് വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടാവല് നിർബന്ധമാണ്. ഇൻഷാ അല്ലാഹ് ഏകദേശം 8 മിനിറ്റോളമായി, നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാൻ തോന്നുന്നു. അപ്പോൾ ഈ കിതാബിൽ വുളൂഇൻ്റെ ആദാബുകൾ, വുളൂഇൻ്റെ രീതികൾ പറയുന്നിടത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? വുളൂ ചെയ്യുമ്പോൾ ആദ്യം കിബിലക്ക് മുന്നിടുന്നു, പിന്നെ നമ്മൾ വുളൂഇൻ്റെ സുന്നത്തിനൊക്കെ ഇരുത്തിയിട്ട് ഔദും ബിസ്മിയൊക്കെ ചൊല്ലി വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, ഔദും ബിസ്മി ചൊല്ലിയിട്ട് വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ആ ദിക്റൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? മുൻകൈ കഴുകി, എന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുന്നു, വായിൽ വെള്ളം കുപ്പിളിക്കുന്നു, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നു, പിന്നെ നമ്മൾ മുഖം കഴുകുന്നു. അപ്പോൾ ആ മുഖം കഴുകുന്ന സമയത്താണ് നമ്മൾ വുളൂഇൻ്റെ നിയ്യത്തിനെ, ഫർളായ നിയ്യത്തിനെ കരുതുന്നത്. ഈ രൂപത്തിലാണ് അല്ലേ? ഇതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെന്നാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സംശയങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അതും പറയാം.